നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജ്യോതിശാസ്ത്രപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന ചില സമയങ്ങളുണ്ട്. ദൈവാനുഗ്രഹം ഇവർക്ക് വന്നു ചേരുന്നതോടുകൂടി തന്നെ ദുഃഖങ്ങളിൽ നിന്നും മോചനങ്ങളുണ്ടാകുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ഈശ്വരന് വളരെ പ്രിയപ്പെട്ടവരായി തീരുന്നൊരു സാഹചര്യങ്ങളും സമയങ്ങളുമാണ് ഇവിടെ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും വെടിയുവാനുള്ള വഴികൾ ഈശ്വരൻ തുറന്നു തരുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ അവരുടെ ഇഷ്ടദേവന്മാരെ പ്രീതിപ്പെടുത്തുക, ക്ഷേത്രങ്ങളിൽ പോയി അവർക്ക് ഇഷ്ടകരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടവും വിജയങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. മാർച്ച് മാസം 5, 6, 7 തീയതികൾ ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ ദിവസങ്ങൾ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വന്നു ചേർന്ന് നിങ്ങളുടെ സകലവിധമായ ദുഃഖങ്ങളിൽ നിന്നും മോചനങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് സംരംഭമായിട്ടുള്ള ഉയർച്ചയ്ക്കും ജീവിതത്തിലെ വലിയ പരാജയങ്ങൾ, ദുഃഖങ്ങൾ, വളരെ വലുതായിട്ടുള്ള ശത്രുഭയങ്ങൾ ഇവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ പൂജയിൽ പങ്കെടുക്കുക. വളരെ സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. അത് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും അനുഗ്രഹങ്ങളും സംരക്ഷണവും നമുക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ഈശ്വരനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു നക്ഷത്ര ജാതകന് അവൻ്റെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള യോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിപ്പിച്ച് തരുന്നതായിരിക്കും. എന്ത് തന്നെയല്ല ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഈശ്വര പ്രീതി ലഭിക്കുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ്. അതായത് നിങ്ങൾക്ക് ഭാഗ്യാന്വേഷികളാണെങ്കിൽ സ്വദേശത്താലും വിദേശത്താലും ശരി നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ട് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ഇഷ്ടദേവനായ ഗണപതിയെ, ഭദ്രകാളിയെ, സുബ്രഹ്മണ്യനെ ഇവയൊക്കെ പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ഉരുവിടുക, ഗണപതി മന്ത്രങ്ങൾ ഉരുവിടുക. ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ച കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തുകയും ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് അശ്വതി നക്ഷത്ര ജാതകളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് വെച്ചടി കയറ്റമായിരിക്കും. ദിനവും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് അത്യുത്തമമാണ്. അത് നിങ്ങൾക്ക് വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുവാനും അവസരങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. വളരെ വലിയ മാറ്റങ്ങളാണ് ഈ ഭരണി നക്ഷത്ര ജാതകർക്ക് കൈവരുവാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകർ ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് ഈ നക്ഷത്ര ജാതകരുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ നടക്കുവാൻ കാരണമായി തീരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മഹാലക്ഷ്മി മന്ത്രങ്ങൾ ഉരുവിടുക, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊവ്വ, വെള്ളി ദിവസങ്ങൾ വളരെയേറെ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. അന്നേ ദിവസത്തെ പൗർണമി, അമാവാസി ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഉത്തമമായിരിക്കും. വളരെയേറെ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഈ നക്ഷത്ര ജാതകർ ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാഗ്യാന്വേഷികളാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമൊന്ന് പരീക്ഷിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്.
ഈ നക്ഷത്ര ജാതകർ ദൈവാനുഗ്രഹത്തിന് വേണ്ടി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൂജ നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഭഗവതി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി പൂജ കഴിപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും. നിങ്ങളുടെ സകല ദോഷങ്ങളും മാറി നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ശത്രു നാശങ്ങളും ഉണ്ടാകുവാൻ കാരണമായി തീരുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. ശിവമന്ത്രങ്ങൾ ജപിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രങ്ങൾ 108 തവണ ദിനവും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും ദുരിതങ്ങളും അകലുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രം മകീരം നക്ഷത്ര ജാതകരാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഇവർ പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളിക്കും ഏറ്റവും പ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ നിങ്ങൾ നടത്തുന്നത് അത്യുത്തമമായിരിക്കും. മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് അത്യുത്തമമായിരിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം കൊണ്ടുവരുവാനും കാരണമാകുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ഭാഗ്യാന്വേഷികളാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് നിങ്ങളെ തേടി വരുന്നത്. സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ഇഷ്ടദേവനായ ശ്രീകൃഷ്ണ സ്വാമിയെ നിങ്ങൾ ഭജിക്കുക. ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ദുർഗാദേവിക്ക് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദുർഗാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അത്യുത്തമമായിരിക്കും. സകല ദുഃഖ ദുരിതങ്ങളും മാറി സമ്പൂർണ്ണ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മഹാവിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കുന്നത് സകല ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്നതും കാരണമായി തീരുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് നാഗങ്ങളാണ് ഇഷ്ട ദൈവം. ഈ നാഗക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദുർഗാദേവി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നാഗരാജ പ്രീതി നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയങ്ങൾ ഉണ്ടാകുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുഃഖ ദുരിതങ്ങളും അകലുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുകയും മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതിനും സർവ്വ ഐശ്വര്യത്തിനും സാമ്പത്തിക ഉയർച്ചയ്ക്കും കാരണമായി തീരുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഞായറാഴ്ച ദിവസം ദർശനം നടത്തുക. തിങ്കളാഴ്ച ദിവസങ്ങളിലും ശിവക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യത്തിന് കാരണമായി തീരുന്നൊരു സമയമൊക്കെയാണ്. ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. ഭദ്രകാളി ദേവിക്ക് ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തുക. ദേവിയെ ഉപവസിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക. പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളും പൂജകളും നടത്തുക. ഉറപ്പായും നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളും ഭാഗ്യം തെളിയുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും. ശത്രു ദോഷങ്ങൾ മാറുന്നതിനും ഇത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോയി ദേവിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പൂജ കഴിക്കുക. ഉറപ്പായും ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ ഭാഗ്യം തെളിയുവാനും ഐശ്വര്യം തെളിയുന്നതിനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ മനസ്സിരുത്തി ദൈവത്തെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ വിളി കേൾക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഈ മികച്ച സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഈശ്വരനെ അറിഞ്ഞ് വിളിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അനിഴം നക്ഷത്രം. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. കാളി മന്ത്രങ്ങൾ ദിനവും ജപിക്കുന്നത് ദുരിതങ്ങൾ അകലുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഭജന ഇരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും. എല്ലാവിധമായ ദുരിതങ്ങളും മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതിരാവിലെ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ദുരിതങ്ങൾ അകലുന്നതിന് കാരണമാകുന്നതായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ
ശാസ്ത്രക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് ദർശനം നടത്തി പ്രാർത്ഥിക്കുക. എല്ലാവിധമായ സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും എല്ലാവിധമായിട്ടുള്ള സർവ്വ ഐശ്വര്യത്താലും ജീവിതത്തിൽ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. അത് തിരുവോണം നക്ഷത്രമാണ്. ഈ തിരുവോണം നക്ഷത്ര ജാതകർക്കും ഇഷ്ടദൈവം ദുർഗാദേവിയാണ്. ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിലും പോയി പ്രാർത്ഥിക്കുക. മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. കാളിദേവിയെ പ്രാർത്ഥിക്കുന്നതും പ്രീതികരമായിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പൂജകളും വഴിപാടുകളും നടത്തുന്നത് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ കൈവരിക്കുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കഴിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ ഐശ്വര്യങ്ങളും കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും വിജയങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്.